സർവശക്തനാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് യോഗ്യമാണോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഏത് പൊസിഷനിൽ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും? അങ്ങനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അത്തരത്തിലുള്ള പ്രത്യേക പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്രാധാന്യത എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പല വ്യക്തികൾക്കും പലതരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും വിശുദ്ധിയുടെയും ഭക്തിയുടെയൊക്കെ ലക്ഷണം. ഉദാഹരണമായിട്ട് പെന്തക്കോസുകാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിലത്തിരുന്ന് കാലുമടക്കിയിരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ കത്തോലിക്കരാകുന്ന വിശ്വാസികൾ ബെഞ്ചിലോ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ചില കൂട്ടർ നിന്നുകൊണ്ട് മാത്രമേ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, അതായത് പൊസിഷൻസ് ഏതൊക്കെയാണ് എന്ന് വേദപുസ്തക അടിസ്ഥാനം നമുക്ക് പരിശോധിക്കാം. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഏത് പൊസിഷനിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനേക്കാളും പ്രാധാന്യം നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എന്നാൽ ചില പൊസിഷനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യം വേദപുസ്തകത്തിനകത്തുണ്ട്. ആ വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇരിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ മറിയ എന്ന സ്ത്രീ യേശുവിന്റെ കാൽക്കീഴെ ഇരുന്നാണ് ദൈവത്തിന്റെ വചനം പഠിക്കുവാനിരുന്നത്. അപ്പോൾ ആ ഇരിക്കുക എന്നുള്ളത് ഒരു താഴ്മയുടെ, വിനയത്തിന്റെ, ഭക്തിയുടെ ലക്ഷണമായി തന്നെ കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗൃഹവും എന്തുള്ളൂ. ഒരു സബ്മിഷന്റെ, സമർപ്പണത്തിന്റെ, താഴ്മയുടെ ലക്ഷണമായിട്ടാണ് ഇരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇരിക്കുക എന്നുള്ളത് അധികാരത്തെ, പൊസിഷനെ കാണിക്കുകയാണ്. ഒരു രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അധികാരത്തെ കാണിക്കുകയാണ്. ഒരു ജഡ്ജി തന്റെ കസേരയിൽ ഇരിക്കുക, ഒരു മന്ത്രി തന്റെ ആ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ അധികാരം നടത്തുവാനായി, തൻ വാഴ്ച നടത്തുവാനായുള്ള ഒരു അധികാരത്തെയാണ് കാണിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമ്മുടെ അധികാരത്തെ വെളിപ്പെടുത്തുന്നതാണ്. നമുക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക ശക്തികൾക്ക് വിരോധമായി നമ്മൾ ചിലതിനെ വാഴുവാനായി, ഭരിക്കുവാനായി, ബന്ധിക്കുവാനായി ദൈവിക അതോറിറ്റി, ദൈവം നമുക്ക് ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരത്തിൽ ഇരിക്കുക എന്നുള്ളത് ആ പൊസിഷനെ കാണിക്കുന്ന ഒന്നാണ്. മറ്റൊരു പൊസിഷനാണ് നിൽക്കുക എന്നുള്ളത്. ബഹുമാനനാകുന്ന, ആദരണീയനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അത് ആ വ്യക്തിയോടുള്ള നമ്മുടെ ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ എന്നേക്കും വാഴ്ത്തുവിൻ. അപ്പോൾ ദൈവത്തോടുള്ള ബഹുമാനത്തിന്റെ അർത്ഥമായി, ആദരസൂചകമായി നിന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത് അഭികാമ്യമാണ്. മറ്റൊരു ഭാഗത്ത് യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ. ഇപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ ശരിയായ ഒരു പോസ്റ്ററാണ്. അതോടൊപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അധികാരത്തെ, അതോറിറ്റിയെ കാണിക്കുകയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നമുക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, പൈശാചിക ശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ നമുക്കെതിരെ നിൽക്കുമ്പോൾ നാം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ആത്മാവിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. വേദവസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ അപ്പന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പിതാവാം ദൈവം, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അതേ അപ്പന് പിറന്ന മക്കളായതുകൊണ്ട് തന്നെ നമ്മളും ആ അധികാരത്തോടു കൂടി ആത്മാവിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ആത്മാവിലെ അബോധത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സകല ശത്രുക്കളും പിൻവാങ്ങുവാനും പരാജയപ്പെടുവാനും ഇടയായിത്തീരും. അടുത്തൊരു പൊസിഷനാണ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കരങ്ങൾ ഉയർത്തുന്നത് നമ്മുടെ സബ്മിഷന്റെ, സമർപ്പണത്തിന്റെ ഒരു അർത്ഥമാണ്. ഒരു വ്യക്തി കീഴടങ്ങുമ്പോൾ തന്റെ കരങ്ങൾ ഉയർത്താറുണ്ട്. ഒരു അമ്മയുടെ മുമ്പിലേക്ക് ഒരു കുഞ്ഞ് സഹായത്തിനായി ഇരു കരങ്ങൾ നീട്ടിയാണ് അപേക്ഷിക്കുന്നത്. കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ആ കുഞ്ഞിനെയാണ് ആ മാതാവ് മാറോട് ചേർത്തണയ്ക്കുന്നത്. നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ, കർത്താവെ, ഞാൻ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുകയാണ്, സമർപ്പിക്കുകയാണ്, ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യുകയാണ് എന്നതിന്റെ അർത്ഥമുണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ പൊസിഷൻ ശരിയായ ഒരു മെത്തേഡാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. അടുത്തൊരു പൊസിഷനാണ് മുഴങ്കാലിൽ നിന്ന്, മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. താഴ്മയെയും വിനയത്തെയും സൗമ്യതയെയും സമർപ്പണത്തെയും കാണിക്കുന്ന ഒന്നാണ് മുഴങ്കാൽ നിൽക്കുക. ഒരു രാജാവിന്റെ മുമ്പിൽ പ്രജകൾ മുഴങ്കാൽ മടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സൈന്യാധിപൻ മുഴങ്കാൽ മടക്കുന്നത് പോലെ, ഒരു സൈന്യാധിപന്റെ മുമ്പിൽ മറ്റ് സൈന്യം മുഴങ്കാൽ മടക്കുന്നത് എന്തിനെന്നറിയാമോ? ആ വ്യക്തിയുടെ മുമ്പിലേക്ക് അവർ സമർപ്പിക്കുകയാണ്. മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ അവർ ട്രസ്റ്റ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. അവരുടെ അധികാരത്തെ, മുമ്പ് നിൽക്കുന്ന വ്യക്തിയുടെ അധികാരത്തെ, അതോറിറ്റിയെ ഇവർ അംഗീകരിക്കുകയാണ്. ആ അതോറിറ്റിക്ക് കീഴിൽ
അവർ വണങ്ങുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ പറയുന്നത്, സകല മുഴങ്കാലും, സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും മുഴുവൻ മുഴങ്കാലും യേശുവിന്റെ മുമ്പിൽ മടങ്ങേണ്ടി വരും. അവർ പറയേണ്ടി വരും, യേശു മാത്രമാണ് ലോർഡ്, യേശു മാത്രമാണ് കർത്താവ്, യേശു മാത്രമാണ് നായകൻ എന്ന് പറയുന്നത് ഏത് പോസ്റ്ററിലാണ്? കരങ്ങൾ ഉയർത്തിയല്ല, മുഴങ്കാൽ നിന്നുകൊണ്ട്. അതൊരു സറണ്ടറിനെ, സമ്പൂർണ്ണമാകുന്ന ഒരു സമർപ്പണത്തെ കാണിക്കുന്നതാണ് മുഴങ്കാൽ നിൽക്കുക എന്നുള്ളത്. നിങ്ങളുടെ പക്ഷേ കേട്ട് കാണും, ദൈവത്തിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നവൻ ഒരിക്കലും മനുഷ്യരുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കേണ്ടി വരികയില്ല. ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ട് സിംഹക്കുഴിയിലേക്ക് വീഴുമെന്ന ഭയത്തിൽ ദാനിയേൽ ഒരിക്കലും രാജാവിന്റെ മുമ്പിലോ സിംഹത്തിന് മുമ്പിലോ മുട്ടുമടക്കിയില്ല. പകരമായി താൻ ചെയ്തു വന്നതുപോലെ, തനിക്ക് വിരോധമായ ഒരു കൽപ്പന വന്നപ്പോൾ നോർമലി അദ്ദേഹം ചെയ്യുന്ന പോലെ 3 നേരം യഹോവയുടെ മുമ്പിൽ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ നാം മുട്ടുമടക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തലനാകുന്ന പൗലോസും മറ്റു വ്യക്തികളും കൂടെ ഒരുമിച്ചിരുന്ന് മുട്ടിമേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുവാനായിട്ട് സാധ്യമാണ്. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് മുഴങ്കാൽ നിന്നുകൊണ്ടാണ്. എന്നാൽ പലർക്കും മുഴങ്കാൽ നിന്നും പ്രാർത്ഥിക്കുന്നത് ഒരു മതമായി മാറിയിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ നിൽക്കുമ്പോൾ അവിടെ കാല് വേദനിക്കുവാൻ തുടങ്ങും, അവിടെ ജോയിന്റ്സ് പെയിൻ വരുവാൻ തുടങ്ങും. ദീർഘനേരം അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ശരീരത്തിൽ പെയിൻ അനുഭവപ്പെടും. ആ പെയിൻ അങ്ങനെ അനുഭവിക്കുമ്പോൾ അത് കണ്ട് ദൈവം പ്രസാദിക്കുന്നു എന്നൊരു ചിന്ത പലർക്കുമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അന്യമതക്കാർ അവർ നടന്ന് നഗ്നപാതരായി നടന്നു പോകുമ്പോൾ അവിടെ ത്യാഗത്തെ കണ്ടുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നു എന്ന കൺസെപ്റ്റ് തന്നെ പലപ്പോഴും ദൈവമക്കളാக നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, നിങ്ങൾ മുഴങ്കാലിരിക്കുമ്പോൾ നിങ്ങളുടെ കാല് വേദനിക്കുന്നത് കൊണ്ടും നിങ്ങൾ അത്രയും നേരം ആ വേദന സഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. അതൊരു ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വരേണ്ടുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം. ഹൃദയത്തിലുണ്ടാകുന്ന സബ്മിഷൻ, ഹൃദയത്തിലുണ്ടാകുന്ന ആ സമർപ്പണത്തിന്റെ ഔട്ടർ എക്സ്പ്രഷൻ ആയിരിക്കണം പുറത്ത് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളുടെ ത്യാഗത്തിലല്ല, പകരമായി നിങ്ങളുടെ മനോഭാവത്തിലാണ്. അടുത്തൊരു പൊസിഷനാണ് കുമ്പിടുക, കുനിഞ്ഞ് നമസ്കരിക്കുക എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ പുരുഷൻ അബ്രഹാം കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, എന്നാൽ മോശെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മലയാളത്തിൽ സാഷ്ടാംഗം എന്നാണെങ്കിലും അതിന് ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക, ബോഡ് ഹിസ് ഹെഡ് ടുവേഴ്സ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ശിരസ് കുനിക്കുകയാണ്. ഭൂമിയോളം ശിരസ് കുനിച്ച് വണങ്ങുക എന്നാണ് അർത്ഥം. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്ന യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. ഒരു ആഴമാകുന്ന ഒരു ആരാധനയെ കാണിക്കുകയാണ്, സമ്പൂർണമായ ഒരു സമർപ്പണത്തെ കാണിക്കുകയാണ്, ഒരു മാനസാന്തരത്തെ ഒക്കെ കാണിക്കുന്ന ഒന്നാണ് കുനിഞ്ഞ് കുമ്പിട്ട് ഭൂമിയോളം കുനിഞ്ഞ് വണങ്ങുക എന്നൊരു പൊസിഷൻ. എന്നാലും അതിലും ശ്രേഷ്ഠമേറുന്ന മറ്റൊരു പൊസിഷനാണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. ആഴമേറുന്ന ഒരു ആരാധനയും സമർപ്പണവുമാണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതിൽ അർത്ഥമാക്കുന്നത്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം എവിടെ ഇറങ്ങിയോ അത് കണ്ട വ്യക്തി ദൈവത്തിന് മുന്നിൽ നിൽക്കുകയോ കരങ്ങൾ ഉയർത്തുകയോ ചെയ്യുകയല്ല, പകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കാൻ. സാഷ്ടാംഗം എന്ന് പറയുമ്പോൾ സർവ്വ അംഗങ്ങളും ദൈവത്തിന് മുമ്പിൽ സമ്പൂർണമായും സമർപ്പിക്കുകയാണ്, മുഴുവനായി നിലത്തേക്ക് കമഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ് ആ പൊസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. നോക്കുക, തേജസ് വെളിപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ മുഴുവനും സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിക്കുകയാണ്. മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചേ, സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. 11:16 ശ്രദ്ധിച്ചേ, ദൈവസന്നിധിയിൽ സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്. നോക്കുക, ദൂതന്മാരും വിശുദ്ധന്മാരും മുഴുവൻ ദൈവസഭയും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ കവിഴ്ന്ന് വീണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. അതിനപ്പുറം ഒരു പൊസിഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സമ്പൂർണമായുമുള്ള ഒരു സമർപ്പണമാണ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ ഹാമാൻ തുനിഞ്ഞതും. മനസ്സിലാക്കുക, നമ്മൾ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയുടെ മുമ്പിലായിരിക്കണം. അത് സർവശക്തനാകുന്ന ദൈവത്തിന് മുമ്പിൽ മാത്രമേ, ദൈവത്തെ മാത്രമേ നാം നമസ്കരിക്കാവൂ. ചില ആളുകൾ ചില ദുരുപദേശങ്ങൾ കൊണ്ടുവരാറുണ്ട്. ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി ദൈവത്തെ, യേശുവിനെ കണ്ടുകൊണ്ട് മറ്റ് ദേവന്മാരുടെ മുമ്പിൽ നമസ്കരിക്കുവാനുള്ള അനുവാദം പലരും കൊടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക്
പ്രതികൂലം വന്നപ്പോൾ കൊണ്ട് ദൈവത്തെ ആലോചിച്ചുകൊണ്ട് അവർ നമസ്കരിച്ചില്ല. പകരമായി ഞങ്ങൾ ദൈവത്തെ മാത്രമേ, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയെ മാത്രമേ നമസ്കരിക്കുകയുള്ളൂ എന്നും ഉറച്ച തീരുമാനം അവർ എടുത്തു. നമ്മുടെ മുമ്പിലും അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഉറച്ചു നിൽക്കുക. ഭീരുക്കൾക്കല്ല ദൈവരാജ്യമുള്ളത്. കർത്താവിന് വേണ്ടി നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. അവർക്കാണ് ദൈവരാജ്യമുള്ളത്. അബ്രഹാമും ജോഷുവും തുടങ്ങിയ സകല ഭക്തന്മാരും യഹോവയുടെ തേജസ് കാണുമ്പോൾ തന്റെ മുമ്പിലേക്ക് സാഷ്ടാംഗം വീണ് നമസ്കരിക്കാനിടയായി തീർന്നു. വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും പ്രവാചകന്മാരെ കാണുമ്പോൾ ജനം കുമ്പിടാറുണ്ട്. അത് വാസ്തവത്തിൽ പ്രവാചകന്മാരുടെ മുമ്പിലല്ല, ആ പ്രവാചകന്മാർ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ദൈവത്തിന് മുമ്പിലാണ് ജനം വണങ്ങുന്നത്. എന്നാൽ സാഷ്ടാംഗം വീഴുന്നത് ഒരു ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുമ്പിലല്ലാതെ ഒരു മനുഷ്യന്റെയും ഒരു വ്യക്തിയുടെയും മുമ്പിൽ നിങ്ങൾ വണങ്ങുവാനോ നമസ്കരിക്കുവാനോ പാടുള്ളതല്ല. മരുഭൂമിയിൽ ദൈവത്തിന്റെ തേജസ്സോടുകൂടി യേശുവിനെ കാണുമ്പോൾ തന്റെ ശിഷ്യന്മാരും യേശുവിന് മുമ്പിൽ വീണ് നമസ്കരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തെ മാത്രമേ വണങ്ങാവൂ. വേദപുസ്തകത്തിൽ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു വ്യക്തികളും അവിടെ മരണകരമാകുന്ന സിറ്റുവേഷൻ വന്നപ്പോഴും ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ വണങ്ങിയില്ല. ജീവൻ പോയാലും ശരി, ഞങ്ങൾ വണങ്ങുന്നെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമായിരിക്കും നമസ്കരിക്കുന്നത് എന്നൊരു തീരുമാനം നമുക്ക് മുമ്പിൽ യാത്ര ചെയ്ത സകല ദൈവഭക്തന്മാർക്കും ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പൊസിഷനാണ് ഡാൻസ് എന്ന് പറയുന്നത്, നൃത്തം ചെയ്യുക എന്ന് പറയുന്നത്. സാഷ്ടാംഗം വീട് നമസ്കരിക്കുക എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഭാഗമാണെങ്കിൽ, നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് സ്തുതിയുടെ ഒരു ഭാഗമാണ്. എന്താണ് സ്തുതിയും ആരാധന തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ദയവായി നിങ്ങൾ ആ വീഡിയോ കാണുക. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് നൃത്തം എന്ന് പറയുന്നത്. ജയിക്കുമ്പോൾ, വിജയം നേടുമ്പോൾ നമ്മൾ ആ സന്തോഷം ആഘോഷിക്കുന്നത് നൃത്തത്തിലൂടെയാണ്. എന്നാൽ നൃത്തം ചെയ്യുന്നത് നിലവാരമില്ല, സ്റ്റാൻഡേർഡ് ഇല്ലെന്ന ചിന്ത പലർക്കുമുണ്ട്. ദൈവത്തെ സരി നൃത്തം ചെയ്യുന്നത് ദൈവത്തെ അവഹേളിക്കുന്ന തുല്യമാണ്, പരിഹസിക്കുന്ന തുല്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. മനസ്സിലാക്കുക, പലതരത്തിലുള്ള എക്സ്പ്രഷനുകളാണ് നമുക്ക് വെളിപ്പെടുന്നത്. ചിരിക്കുന്നത് ഒരു എക്സ്പ്രഷനാണ്, കരയുന്ന ഒരു എക്സ്പ്രഷനാണ്, സന്തോഷിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. പലതരത്തിലുള്ള എക്സ്പ്രഷൻ മനുഷ്യരായ നമുക്കുണ്ട്. ഈ എല്ലാ മുഴുവൻ ഇമോഷൻസുകളും ദൈവത്തിന് നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധ്യമാണ്. ഞാൻ ഉദ്ദേശിച്ച ദേഷ്യമല്ല, സന്തോഷം പ്രകടിപ്പിക്കാം നൃത്തത്തിലൂടെ, ബഹുമാനം പ്രകടിപ്പിക്കാം എഴുന്നേറ്റ് നിൽക്കുന്നതിലൂടെ, സമർപ്പിക്കുവാൻ സാധ്യമാണ് കരങ്ങൾ ഉയർത്തുന്നതിലൂടെ, സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാണ് സാഷ്ടാംഗം വീഴുന്ന പോലെ. എല്ലാ പൊസിഷനുകളും, എല്ലാ എക്സ്പ്രഷനുകളും ആവശ്യമാണ്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല, പകരമായി ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങണം. കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിതമാണ്. യേശുവിനോടൊപ്പമുള്ള ഒരു ലൈഫാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ നൃത്തം ചെയ്യുന്നത് വളരെ ഹീനമാകുന്ന ഒരു കാര്യമായിട്ട് പലരും കണ്ടു. ഇത് തന്നെയാണ് ദാവീദ് നൃത്തം ചെയ്തപ്പോൾ മീഖലിനുണ്ടായത്. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. വേറെ ഭാഗം ശ്രദ്ധിച്ചേ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. അപ്പോൾ സ്തുതിക്കുമ്പോൾ നൃത്തമുണ്ട്, സ്തുതിയിലുള്ളതാണ് നൃത്തം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒത്തിരി നൃത്തങ്ങൾ കാണാൻ സാധ്യമാണ്. മിരിയാമും കൂട്ടരും ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തിന്റെ നൃത്തം ചെയ്താണ് ദൈവത്തെ ആരാധിച്ചത്. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. അപ്പനെ വിട്ടുപോയ മകൻ തന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. അപ്പോൾ വേദപുസ്തകം ഒരിക്കലും നൃത്തത്തിനെതിരല്ല, നൃത്തത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, സ്തുതിയുടെ ലക്ഷണമായി നൃത്തത്തെ കാണുക. ബൈബിളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നൃത്തമുണ്ട്. അത് ദാവീദ് യഹോവയുടെ നൃത്തം ചെയ്തതാണ്. ഒന്നാ ഭാഗം ശ്രദ്ധിച്ചേ. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ആ ഭാഗം ശ്രദ്ധിക്കുക. പൂർണ്ണ ശക്തിയോടെ, മുഴുബലത്തോടു കൂടിയുള്ള ഒരു നൃത്തമാണ്. ശാന്തമാകുന്ന ഒരു ക്ലാസിക്കൽ നൃത്തം എന്ന് പറയാൻ പറ്റത്തില്ല. ശക്തമാകുന്ന ഒരു ബ്രേക്ക് ഡാൻസ് പോലെയൊക്കെ ഉറേ ശരീരം ഇളക്കിക്കൊണ്ട് ശക്തമായി ദൈവത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുകയാണ്. ആ നൃത്തം കണ്ടപ്പോൾ മീഖലിനത് നിലവാരമില്ലാത്തതായി തോന്നി. എന്നാൽ ദാവീദിന്റെ നൃത്തത്തിൽ യഹോവ പ്രസാദിക്കുകയാണ്. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളാകുന്ന മീഖൽ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടു. തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ആ പദം ശ്രദ്ധിച്ചോ, കുതിച്ചു നൃത്തം ചെയ്തു. വളരെ തുള്ളിച്ചാടി ആനന്ദിച്ചുള്ള നൃത്തമാണ് ദാവീദ് ചെയ്യുന്നത്. ആ നൃത്തത്തെ എതിർക്കുന്നത് ദൈവമല്ല, മീഖലാണ്. അതിന് അനന്തരഫലം എന്താണ്? മീഖലിന് പിന്നീട് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ദാവീദ് മീഖലിനോട്, യഹോവയുടെ ദിനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും
ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളിലോ എനിക്ക് മഹത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ശൗലിന്റെ മകളായ മീഖലിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. നൃത്തം ചെയ്യുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല, ഞാൻ എളിയവനാണ് എന്നൊരു ലക്ഷണമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ അത് വളരെ മോശമായി തോന്നുന്നെങ്കിൽ ദൈവത്തിന് അത് പ്രസാദകരമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്ത് തന്നെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കണ്ട് പരിചരിച്ചു വന്ന പാരമ്പര്യമായി കണ്ടുവരുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. അതിനപ്പുറമായിട്ട് വേദപുസ്തകം എങ്ങനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു, വേദപുസ്തകം എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, അതാണ് നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടു പരിചരിച്ച പാരമ്പര്യത്തെ ഖണ്ഡിക്കുന്ന വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ചില ആരാധനകൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ വിമർശിക്കാൻ നിൽക്കുകയല്ല. എന്ത് വചനം പറയുന്നു അത് നമ്മൾ ഫോളോ ചെയ്യാൻ ശീലിക്കണം. ചില ആളുകൾ പറയാറുണ്ട് ജാതികളാണ് നൃത്തം ചെയ്യുന്നത്, ഇതിന് നമ്മൾ കോപ്പി അടിക്കുകയാണെന്ന്. വാസ്തവത്തിൽ നമ്മൾ ജാതികളെയും ലോകത്തെയും കോപ്പി അടിക്കുന്നതല്ല, നമ്മെ അവർ കോപ്പി അടിച്ചതാണ്. ഒറിജിനൽ നോട്ടിനെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുള്ളൂ. 150 രൂപയുടെ കള്ളനോട്ടില്ല, കാരണം 150 നോട്ടിന്റെ ഒറിജിനൽ നോട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ജാതികൾ നമ്മൾ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ അത് അന്യദേവന്മാർക്കായി സമർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ നൃത്തം ചെയ്യേണ്ടത് യഹോവയുടെ മുമ്പിലാണ്. നമ്മുടെ മനസ്സിൽ ഭക്തി എന്ന് പറയുന്നത് കരയുക, ദുഃഖിക്കുക, വിലപിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ കരയുക, ദുഃഖിക്കുക മാത്രമല്ല, നൃത്തം ചെയ്യുന്നതും സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും യഹോവയ്ക്ക് പ്രസാദമാണ്. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് കരതനേക്കാൾ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ ചിരിയും ആ നൃത്തമൊക്കെ കാണുന്നത് പോലെയാണ് എന്നുണ്ടെങ്കിൽ, ദോഷികളാകുന്ന നിങ്ങളുടെ മക്കളോട് അങ്ങനെയാണെങ്കിൽ, സ്വർഗസ്ഥനാകുന്ന നല്ല പിതാവ് നമ്മൾ കരയുന്നതിനേക്കാൾ ദുഃഖിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം, ദൈവത്തിന് പ്രസാദം എന്ന് പറയുന്നത് അവന്റെ മുമ്പിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം. കരയുവാനൊരു കാലമുണ്ടെങ്കിൽ ചിരിക്കുവാനൊരു കാലമുണ്ട്, വിലപിക്കുവാനൊരു കാലമുണ്ടെങ്കിൽ നൃത്തം ചെയ്യുവാൻ ഒരു കാലമുണ്ട്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സർവ്വസഭകളിലും ഈ തരത്തിലുള്ള സകല പോസ്റ്ററിലും ദൈവത്തെ ആരാധിക്കാനിടയാകട്ടെ. കരങ്ങൾ ഉയർത്തിയും മുഴങ്കാലിൽ നിന്നും ഇരുന്നും നിന്നും ഭൂമിയോളം കുനിഞ്ഞു വണങ്ങിയും സാഷ്ടാംഗം വീണും നൃത്തത്തോടു കൂടിയൊക്കെ ദൈവത്തിന് സ്തുതിക്കുവാനിടയാകട്ടെ. ഒരു പൊസിഷനല്ല, എല്ലാ തരത്തിലും ദൈവത്തെ ആരാധിക്കണം. ഒരു പക്ഷേ നമുക്കതിനുള്ള സാഹചര്യം നമ്മുടെ സഭകളില്ല എങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നൃത്തത്തോടെ ആരാധിക്കണം. സാഷ്ടാംഗം നമ്മൾ വീണ് യഹോവയെ നമസ്കരിക്കുവാനും ആരാധിക്കുവാൻ തുടങ്ങണം. നമ്മൾ ദൈവസന്നിധിയിൽ കുമ്പിടുവാൻ ശീലിക്കണം. എങ്ങനെയെല്ലാം ദൈവത്തെ ആരാധിക്കാമോ അങ്ങനെയല്ല നമ്മൾ മുഴുവൻ ശരീരവും മനസ്സും ആത്മാവ് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനിടയാകട്ടെ. മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിന്റെ സത്യത്തിലുമാണ്. നമുക്ക് ഏത് രീതിയിലും പ്രാർത്ഥിക്കാൻ സാധ്യമാണ്. നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിക്കും, എപ്പോഴും പ്രാർത്ഥിപ്പെന്ന വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സാധ്യമാണ്. എന്നാൽ വ്യക്തിപരമായി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളിലൂടെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. അതിന്റെ പ്രാധാന്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. സന്തോഷം വരുമ്പോൾ നൃത്തം ഉണ്ടാകണം. ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ നമ്മൾ സാഷ്ടാംഗം വീഴണം. നമ്മൾ പ്രയാസം വരുമ്പോൾ നമ്മൾ കരങ്ങൾ ഉയർത്തണം. അങ്ങനെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുവാൻ, ആക്ഷനായി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. പുറമെ നമ്മൾ എന്ത് കാണിക്കുന്നു എന്ന് നോക്കിയല്ല യഹോവ പ്രസാദിക്കുന്നത്. ബൈബിൾ പറയുകയാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന ആ നന്ദിയും സ്നേഹവും ആദരവും ആരാധനയും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമാകുന്ന തരത്തിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കട്ടെ. നിങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും സമ്പൂർണ്ണമായും ദൈവത്തെ ആരാധിക്കാൻ സ്വർഗ്ഗ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.